ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോഫി വാനില ഡബിൾ ലെയർ പുഡിംഗ് ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ കോഫീൻ്റെ ലെയറാണ് ഉണ്ടാക്കുന്നത്. ഇനി ഒരു സോസ് പാനിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 4 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്യുക. അപ്പോൾ അതാ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ മധുരം ആവശ്യമുണ്ടെങ്കിൽ 1 കപ്പൊക്കെ ആഡ് ചെയ്യാം. ഇനി ആദ്യം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കിയ ശേഷം ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമ്മൾ ഏത് ട്രയലാണ് സെറ്റ് ചെയ്യാൻ വയ്ക്കുന്നത് ആ ഒരു ട്രയലിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാൻ ഈ ഒരു ട്രയലാണ് സെറ്റ് ചെയ്യാൻ വയ്ക്കുന്നത്. എന്നിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഇത് സെറ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് വാനിലൻ്റെ ലെയർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പാലിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 5 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഞാൻ മധുരത്തിനായിട്ട് 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് 1 കപ്പ് വരെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മുടെ ആദ്യത്തെ ലെയർ നന്നായിട്ട് തന്നെ സെറ്റ് ആയിട്ടുണ്ട്. അതിന് ശേഷം വേണം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് എല്ലായിടത്തേക്കൊന്ന് ആക്കി കൊടുക്കണം. ഇനി ഞാൻ കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു 2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കണം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും തന്നെ ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.